ഒരു ചെമ്മ നേതാക്കന്മാർ കഴിഞ്ഞുപോയാൽ, ചെമ്മ ആൾമാരുള്ള 100 വർഷത്തിന് മുന്നോ കഴിഞ്ഞുപോയാൽ, 150 വർഷത്തിന് മുന്നോ ചെമ്മ നേതാക്കന്മാർ കഴിഞ്ഞുപോയാൽ, ഓരോ പ്രസ്ഥാനത്തിനും അതുണ്ടാക്കിയെങ്കിലത്തെ നേതാക്കന്മാരുള്ള ഇന്ത്യൻ രാഷ്ട്രപിതാവുണ്ട്. ചെമ്മാന്മാർ ഞങ്ങളെ ഇന്ത്യത്തിലെ വലിയ വലിയ നേതാക്കന്മാരുള്ള. പക്ഷെ ഈ നേതാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിൽ കമ്പയർ ആക്കുകയേ ആവില്ല. ഇനി അവർക്ക് ആക്കിടാണ്ടായെങ്കിൽ ആ ഒരു നേതൃത്വത്തെ വ്യത്യാസം എന്താണ്? ഇവിടെ എത്ര നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടാറുണ്ടായെങ്കിലും ചിലപ്പോൾ അങ്ങ് ഒരു പക്ഷം സ്ഥാപിച്ചിരിക്കുക. ആ പക്ഷത്തിൽ പോലെ കാണുന്ന നിയമമല്ലേ അതിലിപ്പോൾ ഞാൻ പാലനാക്കുക. ഗാന്ധിജി അയാളെ രാഷ്ട്രപിതാണ്, അയാൾ വലിയ നേതാവാണ്. അയാളെ പക്ഷത്തെ അനുകരിക്കണമെങ്കിൽ താഴ്മാറിക്കുവാറ്, അയാളെ കൊണ്ടു നടക്കണമെങ്കിൽ താഴ്മാറിക്കുവാറ്, അയാളെ ആശയത്തെ സ്വീകരിക്കണമെങ്കിൽ താഴ്മാറിക്കുവാറ്. അതുപോലെ നെഹ്റുണ്ട്. അങ്ങനെ തുടങ്ങി എത്ര മാറുമാർ ഇപ്പൊ കഴിഞ്ഞു പോയെങ്കിൽ മുന്നത്തെ വലിയ വലിയ നേതാക്കന്മാരല്ല. കമ്മ്യൂണിസ്റ്റ് ആവട്ടെ അല്ലാത്ത ഏത് പക്ഷത്തെ വേണം നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് വിശദീകരിക്കുന്നത്. അവിടെ എല്ലാം അതിൽ സൂത്രധാരന്മാരുള്ളാറ്, നേതാക്കന്മാരുള്ളാറ്, സുധാരണാവാദികളുള്ളാറ്. ഇതൊരു ഭൗതികമായ നേതാക്കന്മാരുണ്ടായെങ്കിൽ ആത്മീയമായ കുറെ നേതാക്കന്മാരുള്ള, സ്വാമിമാരുള്ളാറ്, ഗുരുമാരുള്ളാറ്, എത്രയോ വലിയ വലിയ ക്രാന്തി സൃഷ്ടിച്ചെങ്കിൽ ആൾമാരുള്ള എന്തും ഞങ്ങളെ സ്മരിക്കണം. അങ്ങനത്തെ കോടിക്കണക്കിന് നേതാക്കന്മാർ ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നോക്കുക. ഏതെങ്കിലും ഈ ചൊന്നെങ്കത്തെ നേതാവുടെ ആശയം സ്വീകരിക്കുക, അവരുടെ പക്ഷത്തെ കാനൂൺ സ്വീകരിക്കുവാൻ അല്ലാണ്ട് ഏതേ ഒരു നേതാവ് നടന്ന പോലെ നടക്കണമെങ്കിൽ അണിയായിരിക്കുവാണ്. ഏതെങ്കിലും ഒരു നേതാവ് ഷട്ടിട്ട പോലെ ഷട്ടിട്ട് നടക്കണമെങ്കിൽ അണിയായിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു നേതാവ് കിടന്ന പോലെ നക്കും കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അനുയായിയും കാണുക സാധ്യത. ഏതേ നേതാവ് ചിരിച്ച പോലെ നക്കും ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നേതാവിനെയും കാണുക സാധ്യത. ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾ എന്നോട് നോക്കൂ. ഇങ്ങനത്തെ അനുയായി ഏത് നേതാവാണ് കിട്ടിയത്? അവിടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈക്ക് എണിക്കുമ്പോൾ നക്ക് നിനപ്പോട് നിന്റെ നേതാവുടെ പക്ഷത്ത് ചേർന്നെങ്കിൽ വെറും ഒരു മെമ്പർ മാത്രമല്ല. ആ നേതാവ് എനിക്കുമ്പോ എങ്ങനെയാണോ എനിച്ചത്, എനിക്കുമ്പോ എന്താണ് ദിക്ർ ആ നേതാവ് വായില വന്നത്, കിടക്കുമ്പോ ഏത് ഭാഗത്തിലാണ് തിരിഞ്ഞിട്ട് കിടക്കുന്നത്, ഇതെല്ലാം ആഴ്ചയാക്കണം. അപ്പോഴാണ് നമുക്ക് മഹബത്തുണ്ട്. ആ നേതാവ് പള്ളി കിടക്കുമ്പോ ഏത് കാൽ വെച്ചിട്ടാണ് പള്ളി കിടന്നത്, ബാത്റൂം പോകുമ്പോ ഏത് കാൽ വെച്ചിട്ടാണ് ബാത്റൂം പോകുന്നത്, തല വാറുമ്പോ എങ്ങനെയാണ് വാരിയത്, ഉടുവെടുക്കുമ്പോ എങ്ങനെയാണ് ഉടുവെടുത്തത്, കുളിക്കുമ്പോ എങ്ങനെയാണ് കുളിച്ചത്. ഓണും മോന്റെ വാരിയും സുഖം അനുഭവിച്ചെങ്കിൽ എന്റെ ജനാബ് വലിയ അശുദ്ധി. ആ അശുദ്ധി കഴിഞ്ഞിട്ട് അവൻ കുളിക്കൊള്ളുമ്പോ എങ്ങനെയാണ് കുളിക്കൊള്ളായത്, ഇനി ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ എങ്ങനെയാണ് ഇതിന്റെ രീതികൾ, ഇതാണ് പരിപാടി തന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവ് ഒരു 5 മിനിറ്റ് ആഴ്ചയാക്കിയ മഹബത്ത് വന്നത് ഉറപ്പാണ്. എന്തുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ആകുഹോകൾ ഒരാളെ നാം അനുസരിച്ചുകൊണ്ടുള്ള അനുകരണാക്കിക്കൊണ്ടുള്ള ആ നേതാവ് ചൊന്നെങ്കത്തെ പലക്കത്തിൽ, ആ നേതാവ് ആക്കിയെങ്കത്തെ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തക്രീറ ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ടായി അതിനകത്ത് പ്രൂഫാണ്, തെളിവാണ്. ഇനി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടെന്ന് അതിനെ പറ്റി മാത്രം കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഞാൻ എങ്ങനെ ചിരിക്കണമെന്ന് ഒട്ടാസി ചിരിച്ചുള്ളത് മനുഷ്യന് സ്വയം പണ്ടെങ്കിൽ ഒരു വിഷയമല്ല. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കലാണ് മനുഷ്യൻ. എന്തൊരു അത്ഭുതം, സഡൻ ചിരി വരും. ആ ചിരി വരുമ്പോഴും നീ എങ്ങനെ ചിരിക്കണോണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നുണ്ടായ വല്ലാത്തൊരു വിഷയമല്ല, ഭയങ്കര വിഷയ. ഒട്ടാസി ചിരിക്കുമ്പോഴില്ല, അത് പാടില്ല, പൊട്ടിച്ചിരിക്കേ ഒപ്പയിട്ടേ അതൊന്നും പാടില്ല. എങ്ങനെ ചിരിക്കുന്നോണ്ട് വഴിപാട്ടിത്ത്, എങ്ങനെ പുഞ്ചിരിക്കുന്നോണ്ട് വഴിപാട്ടിത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു മനുഷ്യന്മാരെ കൂട്ടത്തിൽ പോയി എങ്ങനെ പേരുകൊണ്ട് വഴിപാടിത്ത്, ഒരു മീറ്റിംഗ് പോയി ആ സഭയുടെ മര്യാദ വഴിപാടിത്ത്, തിന്നുമ്പോ നന്റെതേ പൈസ നാനേ ഭക്ഷണം പോകുമ്പോ എന്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ആ തിന്നുമ്പോ നിയമങ്ങളുണ്ട്, ആദാബുൽ അഖൽ, തിന്നുന്ന മര്യാദകൾ എത്രയാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. തണ്ണി കുടിക്കുമ്പോൾ ഇങ്ങനെ കൊട്ട കുടിച്ച പോലെ കുടിക്കലല്ല, ഒരു തണ്ണിയിൽ 3 കുടുംബമായിട്ട് കുടിക്കണമെന്ന് ചെറുത്ത്, വലത്തെ കയ്യിൽ കുടിക്കണമെന്ന് ചെറുത്ത്, ബിസ്മി ചെന്നിട്ട് കുടിക്കണമെന്ന് ചെറുത്ത്, ദച്ചിട്ട് കുടിക്കണമെന്ന് ചെറുത്ത്, ഒരു കുടികളുടെ എത്രയെല്ലാം സുന്നത്തുകളാണുള്ളത്. ഈ സുന്നത്ത് ആരമട്ടത്തെ നമ്മൾ ഫോളോ ആക്കാൻ ചെന്നെങ്കിൽ അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് വെറും കാർമ്മികരികಬೇಕಾಗಿ ಮಾತ್ರ ಶಬ್ದ ವ್ಯಕ್ತಿ ಆಳು ಚೊಂದಿಟ್ಟು ചില പ്രസംഗിക്കുന്ന ആൾമാരും ചെല്ലാറ് നമ്മൾ ചില വക്കത്തല്ല കേൾക്കുന്ന അവിടെ മാത്രം സീമിതാക്കുമായ ആളല്ല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾക്ക് വർണ്ണിച്ച് ചൊന്നു തീർപ്പോ സത്യമേ അല്ല.